എഞ്ചിനുകൾ മെഴ്സിഡീസിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് റെനോ. ഇപ്പോൾ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ൻ്റെ ഈസ്റ്റേൺ പാർട്സുകളിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ഹോഴ്സ് ബ്രീഡാണ് കൈഗർ മസ്താങ്. അതിനെ ചുരുക്കി പറയുന്ന പേരാണ് കൈഗർ ഇല്ലെങ്കിൽ കിഗർ എന്നൊക്കെ. അപ്പിയറൻസിൽ കോമ്പാക്റ്റ് ആയിരിക്കും, വെൽ മസിൽഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ കൂടെയുള്ള ഈ റെനോ കൈഗർ നോക്കുകയാണെന്നുണ്ടെങ്കിലും കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ നമ്മളൊരു കോമ്പാക്റ്റ് SUV കാറ്റഗറിയിലാണ് പെടുത്തിട്ടുള്ളത്. മാത്രമല്ല അപ്പിയറൻസിൽ അത്യാവശ്യം വെൽ മസിൽഡും ആണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല അതിനെ പറയുന്ന വേറെയും കുറേ സവിശേഷതകളുണ്ട്. സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ഫിറ്റായിരിക്കും, മാത്രമല്ല കുറച്ച് വൈൽഡായിരിക്കും. ഇങ്ങനത്തെ സവിശേഷതകളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെനോയുടെ കൈഗറിനും ഉണ്ടെന്ന് തോന്നി. കാര്യം ആ ഒരു മസിൽ, ആ ഒരു വെൽ മസിലൊക്കെ അപ്പിയറൻസിൽ കൊണ്ടുവരാനായിട്ടായിരിക്കണം മേ ബി ഈ ഹുഡിലൊക്കെ ഇവർ ഇത്രയും പരിപാടിയൊക്കെ പറഞ്ഞു വെച്ചിരിക്കും. കുറേ ലൈൻസുകളൊന്നും കാണാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു റെനോ കൈഗറിനെ ചെറുതായിട്ടൊന്ന് അടുത്ത് പരിചയപ്പെട്ട് ഡ്രൈവ് കൊടുത്ത് നോക്കാം. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ വരുന്ന വാഹനങ്ങളാണ് നമ്മൾ ഈ അടുത്തായിട്ട് ചാനലിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു റെനോയുടെ കൈഗറിനെയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കാറ്റഗറി വരുന്നത് ഒരു സബ് കോമ്പാക്റ്റ് SUV എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് നമുക്ക് റെനോ കൈഗർ വരുന്നത്. ഇനിയിപ്പോൾ വിലഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 10 ലക്ഷം റേഞ്ചിൽ വരുന്ന, അതും ടോപ്പ് എൻഡിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബേസ് മോഡലല്ല. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ബേസ് മോഡൽ എന്തൊക്കെ വരും, ടോപ്പ് മോഡൽ എന്തൊക്കെ വരും, അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വണ്ടി എടുക്കുമ്പോഴത്തേനും ബഡ്ജറ്റ് നോക്കണം, സേഫ്റ്റി നോക്കണം. ഇപ്പോൾ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഗ്ലോബൽ NCAP-ൽ. ഇനി അതല്ല, സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി പരിചയപ്പെടുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം സ്പേസ് ഈ വണ്ടിക്കകത്തുണ്ട്. പിന്നെ എന്നാ നമുക്കറിയേണ്ടത്, കംഫർട്ടബിൾ ആണെന്ന് അറിയണം. പിന്നെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ മൈലേജ് അറിയണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ കുറേ ചെക്ക് ലിസ്റ്റിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാഹനമാണോ റെനോ കൈഗർ എന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ വണ്ടിക്കും തൊപ്പി വെച്ചിട്ടുണ്ട്. ഞാനും ഒരു ക്രിസ്മസ് വൈബാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓഫറുകൾ, ക്രിസ്മസ് സ്പെഷ്യൽ ഓഫറുകളും ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ വണ്ടി ഒന്ന് അടുത്തറിയുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് റെനോ കൈഗറിന് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് കളർ ഓപ്ഷൻ ആയിക്കോട്ടെ, 5ഓളം കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5ഓളം വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RXE, അതിന് മേലോട്ട് RXL, പിന്നെ RXT, അതിൽ തന്നെ ഓപ്ഷനുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടിയ മോഡലായിട്ടുള്ള RXZ അല്ലെങ്കിൽ RXC വരുന്നുണ്ട്. അതാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലും നിങ്ങൾക്ക് പിന്നെയും കുറേ കൂടെ ഓപ്ഷൻ തന്നിരിക്കുകയാണ്. എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനുമുണ്ട് 1 ലിറ്റർ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ലിറ്റർ ടർബോ എഞ്ചിനും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടർബോ വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു RXT ഓപ്ഷണൽ അല്ലെങ്കിൽ RXCയിലേക്കൊക്കെയാണ് നമുക്ക് ടർബോ മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മാത്രമല്ല ട്രാൻസ്മിഷൻ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓഫറുകൾ തന്നിട്ടുണ്ടോ ചൂസ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനുവൽ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടർബോയിലും മാനുവൽ തന്നിട്ടുണ്ട്. ഇനി അല്ല നോർമലിലാണെന്നുണ്ടെങ്കിൽ നോർമൽ എഞ്ചിനിൽ നിങ്ങൾക്ക് മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല AMT ആണോ, AMT നമുക്ക് കൊടുത്തിട്ടുള്ളത് നാച്ചുറലിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ടർബോയിൽ ഏത് ട്രാൻസ്മിഷനാണ് വന്നതെന്ന് അറിയാമോ? ടർബോയിൽ നമുക്ക് ഒരു CVT ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ട്രാൻസ്മിഷനിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസുകൾ, എഞ്ചിനിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസുകൾ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ കാണുന്ന കാര്യമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ കാണുന്ന റെഡ് കളർ ഉൾപ്പെടെ ഏകദേശം 5ഓളം കളർ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ്, ഇപ്പോൾ ബാക്കിലൊന്നുമല്ല കേട്ടോ ബാഡ്ജിങ്, ഈ സൈഡിലായിട്ട് ഇങ്ങനെയാണ് നമുക്ക് ബാഡ്ജിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ടോപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതാണ്ട് നമുക്കൊരു അലോയ്സും കാര്യങ്ങളൊക്കെ കിടക്കാനായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ആ ഒരു നമ്മുടെ ആ ഒരു കൈഗർ മസ്താങ്ങിനെ അനുസ്മരിപ്പിക്കാനാണെന്ന് അറിയത്തില്ല, കുറേ ആ ഒരു മസിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലുള്ള കുറച്ച് ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് റെയിൽസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷനിലാണ് വന്നിട്ടുള്ള. കാര്യം 50 കിലോയോളം നമുക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അതും വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാറ് മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ മെയിൻ കൺസേൺ ബഡ്ജറ്റിനെ സാറ്റിസ്ഫൈ ചെയ്തില്ലേ വണ്ടി. അടുത്തായിട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യമാണ് സേഫ്റ്റി. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല 10ഓളം അഡാസ് ഫീച്ചേഴ്സും വരുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് യാത്ര പോകുമ്പോഴത്തേനും ബൂട്ട് സ്പേസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 405 ലിറ്ററിൻ്റെ വിശാലമായ ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ തന്നെ
പാർസൽ ട്രെയും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ചെറുതായിട്ട് ലഗേജൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫാമിലിയുമായിട്ട് യാത്രയൊക്കെ പോകുമ്പോഴത്തേനും എങ്ങാനും ചെറിയ കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡ് വല്ലതും കിട്ടിയാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ 205 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത്യാവശ്യം എല്ലാ ഈ കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾക്കും ഉള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിച്ച ബൂട്ട് സ്പേസ് അത്യാവശ്യം സെഗ്മെൻറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു ബൂട്ട് സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഫാമിലി കാറിൽ അടുത്ത ഒരു കൺസേൺ ആണ്, ബാക്കിലിരിക്കുന്നവർക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പോകാൻ പറ്റുമോ. അതായത് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നോർമൽ കണ്ടീഷനുകളിൽ നമുക്ക് ഈ നീ റൂം അല്ലെങ്കിൽ ലെഗ് റൂമൊക്കെ ഭയങ്കര മറ്റ് വണ്ടികൾക്കൊക്കെ പല വണ്ടികൾക്കും കുറവായിരിക്കും. അങ്ങനെ ബാക്ക് യാത്രക്കാർക്കൊരു കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റാറില്ല. ആ കാര്യത്തിലും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബാക്ക് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ലെഗ് സ്പേസ് ഒക്കെ ആംബിയൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ കൈഗർ എന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാക്ക് യാത്രക്കാരോട് കൺസേൺ ഉണ്ട്. AC വെൻറ്റ് അതുപോലെ പവർ ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് പോക്കറ്റ്സുകൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഡോർസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂട്ടിലിറ്റി സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ പറ്റും. ഇത്രയും കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഹൈറ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നല്ല പൊക്കത്തിലിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഹുഡിലെ ഒരു ബൾജ് നിൽക്കുന്ന ഒരു മസിൽസൊക്കെ കണ്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കമാൻഡിങ് പൊസിഷനിലിരുന്ന് വാഹനം ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഓടിക്കാനായിട്ടും പറ്റും. പിന്നെ അകത്തേക്ക് നോക്കുമ്പോഴത്തേനും പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസുകൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സുകളാണ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോർസിലും നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ കമ്പാർട്ട്മെൻറ്റ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ആം റെസ്റ്റ് തുറക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻസും കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ടോപ്പ് എൻഡിലാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ടോപ്പ് എൻഡാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ ആണ് നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പുഷ് ബട്ടൺ കാണുന്നത്. പിന്നെ നോർമൽ നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീൽ മൗണ്ടഡ് ആയിട്ട് നമുക്ക് കുറച്ച് ഓഡിയോ കമാൻഡ്സുകളും കാര്യങ്ങളും കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി അടുത്തതായിട്ട് അണ്ടർ ദ ഹുഡ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഹുഡ് തുറന്നിട്ട് ആ ഒരു എൻജിൻ കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എൻജിനാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിലുള്ളത്. ഇനിയിപ്പം പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72 PS പവറും അതുപോലെ തന്നെ 96 Nm ടോർക്കുമാണ് നമുക്ക് വരുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡിന്. ടർബോയിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഫിഗേഴ്സൊക്കെ അങ്ങ് കയറും. അതായത് നമുക്ക് ഏകദേശം 100 PS പവറും വരും. പിന്നെ 152 Nm ടോർക്കാണ് നമുക്ക് CVTക്ക് വരുന്നത്. അതേസമയം നമുക്ക് ടർബോയിൽ തന്നെ മാനുവലിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 160 Nm ടോർക്കായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത്. പിന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പ്രീമിയം കാർ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ബെൻസ് ഇല്ലെങ്കിൽ മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെൻസിന് ഏകദേശം 9ഓളം മോഡൽസിന് വേണ്ടിയുള്ള എൻജിനുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഈ റെനോ എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ എൻജിൻസുകൾ അറിയായിരിക്കും. നമ്മുടെ OM 607, 608 ഇങ്ങനെ കുറേ അധികം എൻജിനുകൾ മെഴ്സിഡീസിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് റെനോയാണ്. അതുകൊണ്ട് തന്നെ 3 സിലിണ്ടർ ആണെന്ന് ഓർത്തിട്ട് നമ്മൾ അധികം പുച്ഛിക്കേണ്ട. പിന്നെ ബെൻസിന് നിർമ്മിച്ച് കൊടുത്തൊന്നും 3 സിലിണ്ടർ അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടിയ വണ്ടിയാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടിയ എൻജിനൊക്കെ നിർമ്മിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വേണ്ട സാധനമൊക്കെ പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് അടയ്ക്കാം. അടുത്തായിട്ട് ഒരു വാഹനം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില സൈഡും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓഫറുകളും വല്ലതും ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു ഓഫറുകൾ നമ്മളോട് സംസാരിക്കാനായിട്ട് കോട്ടയം റെനോ ഷോറൂമിൽ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള അമലിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കറൻറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്മസ് സീസണായിട്ട് ക്രിസ്മസ് ഓഫർ, അതിൻ്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് മറ്റ് ഓഫറുകളുണ്ട്, അതും പറഞ്ഞു. നമുക്കിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് വന്നു വയ്ക്കുന്ന ഓഫർ എന്ന് പറയുമ്പം ക്യാഷ് ഓഫറായിട്ട് നമുക്കൊരു 25,000 രൂപയുടെ ക്യാഷ് ഓഫർ വരുന്നുണ്ട്. അതേസമയം നമുക്ക് ഇപ്പോൾ ലോയൽറ്റി എന്ന് പറഞ്ഞ സ്കീം റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യുഡിൽ നിന്ന് മാറി കൈഗറിലേക്ക് വരുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറായിട്ട് ഒരു 20,000 രൂപ കിട്ടും. അതുപോലെ ലോയൽറ്റി സ്കീമായിട്ട് നമുക്കൊരു 20,000 രൂപ കിട്ടും. പിന്നെ നമ്മുടെ സ്വാപ്പിയർ കീ എന്ന് പറഞ്ഞൊരു 10,000 രൂപ കിട്ടും. ഇത്ര നോർമൽ ക്യാഷ് ക്യുഡിൻ്റെ കാര്യത്തിൽ ക്യുഡിൽ നിന്ന് മാറി കൈഗറിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ. അതുപോലെ തന്നെ
നമ്മുടെ 3 സ്കീം എന്ന് പറയും. അതായത് 3 വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും, 3 വർഷത്തേക്കുള്ള വാറണ്ടി കിട്ടും, പിന്നെ 3 വർഷത്തേക്കുള്ള ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കിട്ടും. അതായത് 3 വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സർവീസ് ഫ്രീ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് മാറി നമ്മുടെ വണ്ടിയിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് ആണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ക്യാഷ് ഓഫർ, അതായത് 25,000 രൂപയുടെ ക്യാഷ് ഓഫർ പ്ലസ് നമുക്കൊരു 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ കിട്ടും. അതേസമയം ഇത് നമുക്ക് പിന്നെ ഒരു 12,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ലോയൽറ്റി ആണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ വേറെ ബ്രാൻഡിൽ നിന്ന് മാറി വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വണ്ടി എടുക്കുന്നവരാണെങ്കിലും 12,000 രൂപ വരുന്ന ക്യാഷ് ഓഫർ കിട്ടും. കോർപ്പറേറ്റിൽ ക്യാഷ് ഓഫറായിട്ട് കിട്ടും. പിന്നെ നമുക്കിപ്പം വരുവാണെങ്കിൽ നമുക്ക് 7 വർഷം അല്ലെ 1.5 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. റെനോ മറ്റു ബ്രാൻഡുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ റെനോ മാത്രമേ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 7 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടി കിട്ടും. പിന്നെ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ 8 വർഷം വരെയുള്ള ഓൺ റോഡ് ഫണ്ടിങ് വരുന്നുണ്ട്. 8 വർഷത്തേക്കുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ റെനോയുടെ തന്നെ ഇപ്പോൾ ക്വിഡിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ട്രൈബർ പോലുള്ള വാഹനത്തിൽ നിന്ന് മാറിയിട്ട് കൈഗറിലോട്ട് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഓഫേഴ്സ്? ഇപ്പം ട്രൈബറിൽ നിന്ന് മാറി നമ്മുടെ കൈഗറിലേക്ക് വരുവാൻ നോക്കുക, നമുക്ക് നോർമലായിട്ടൊരു 25,000 രൂപയുടെ ക്യാഷ് ഓഫർ അവിടെ വരുന്നുണ്ട് നോർമൽ. പിന്നെ എക്സ്ചേഞ്ച് ഓഫറായിട്ട് നമുക്കൊരു 20,000 രൂപ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോയൽറ്റി എന്ന് പറഞ്ഞൊരു ഓഫറുണ്ട്. അതായത് ഈ കൈഗറിലേക്ക് വരുന്ന ആൾക്ക് 20,000 രൂപയുടെ ലോയൽറ്റി ഓഫർ വരുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഓഫർ 12,000 രൂപ വരുന്ന കോർപ്പറേറ്റ് ഓഫർ വരും. പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ 3 വർഷത്തെ ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കിട്ടും, 3 വർഷത്തെ വാറണ്ടി കിട്ടും, 3 വർഷത്തെ RSA കിട്ടും. പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വാറണ്ടി എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പം വണ്ടി ഒന്നുമില്ല, റെനോയുടെ വണ്ടിയില്ല, വേറെ കമ്പനീസിൻ്റെ വണ്ടിയില്ല, ഒരു പുതിയ കസ്റ്റമർ, ഫ്രഷ് കസ്റ്റമറാണ് വന്നാൽ ഫിനാൻസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം പുതിയൊരു കസ്റ്റമർ വരുവാണെങ്കിൽ ആൾക്ക് കിട്ടുന്ന ഓഫർ എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ ക്യാഷ് ഓഫർ ആയിട്ടുള്ള 25,000 രൂപ കിട്ടും. ഇനി ആള് കോർപ്പറേറ്റ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 12,000 രൂപ വരെ കോർപ്പറേറ്റ് കിട്ടും. ഇപ്പോൾ എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫറോ കാര്യങ്ങളോ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ വരുമ്പം ഓൺ റോഡിൻ്റെ നമുക്ക് 90% ഫണ്ട് ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ 8 വർഷം വരെയുള്ള ഫിനാൻസ് ഓപ്ഷൻ കിട്ടും. നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ താങ്ക് യു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു വാഹനം എടുക്കേണ്ട താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെനോ കോട്ടയം അവരുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്പർ ഉൾപ്പെടെ നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അവരെ വിളിച്ച് ഡയറക്റ്റായിട്ട് ഇല്ലെങ്കിൽ ഈവൻ വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ഡയറക്റ്റായിട്ട് പോയിട്ടോ നിങ്ങൾക്ക് എൻക്വയറി എടുക്കാം. അപ്പം നമുക്ക് വേഗം ലൈറ്റൊക്കെ ഡൗൺ ആകുന്നതിനുണ്ട് ചെറിയൊരു ഡ്രൈവ് എടുത്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ട ചെറിയൊരു നല്ല വഴി നമ്മുടെ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സത്യം പറയാം, ഓടിക്കുമ്പോഴത്തേന് എനിക്ക് നമ്മൾ നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി നമ്മുടെ കൺട്രോളിലാണെന്നുള്ളൊരു ഫീല് വരുമല്ലോ. അങ്ങനെ ഒരു ഫീല് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേനും കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഡൗട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, ഇനി പല ചിലർ ചോദിക്കും ലേഡീസിന് പറ്റിയ വണ്ടിയാണോ, ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾ എടുത്താൽ, നിങ്ങൾ ഈവൻ ഒരു ബിഗിനർ ആണല്ലോ ഒരു ലേഡി ആണല്ലോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്കിത് ഓടിച്ചിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം ഇപ്പം ഈവൻ സ്പീഡ് കയറ്റിയിട്ട് ഈ ഒരു സ്പീഡിലാണെങ്കിലും വന്ന് തിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ബോഡി റോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എന്നാലും ഒരു പരിധിക്ക് മേലുള്ള സ്പീഡിലൊക്കെ നമുക്ക് ചിലപ്പോൾ അത് ഓവറായിട്ട് ഫീൽ ചെയ്തെന്നും വരാം. ഞാൻ മുന്നേ ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഡ് കൊടുത്തപ്പോൾ ഞാൻ ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ കാലെടുത്ത് വണ്ടി നൈസായിട്ട് കയറിപ്പോയി. നമ്മളെ അങ്ങനെ ഡൗൺ ചെയ്ത് മടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ വണ്ടി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. 72 PS പവർ, അതുപോലെ തന്നെ 96 Nm ടോർക്കാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ പവർ ഫിഗേഴ്സ് വരുന്നത്. ടർബോയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 100ഉം അതുപോലെ തന്നെ ഒരു 160 ഇല്ലെന്നുണ്ടെങ്കിൽ CVT ആണെങ്കിൽ 182 ഇങ്ങനെ ടോർക്ക് കൂടും. മാത്രമല്ല പവർ അപ്പത്തേനും ഒരു 100 PS പവറും കയറും. ഇതാണ് നമ്മൾ ഇപ്പൊ ചെറിയൊരു ഊടുവഴി കയറിയിട്ടുണ്ട്. ഈ വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിഫെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അങ്ങ് സ്റ്റിഫ് അല്ലാഴുകയുമില്ല, ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയം റേഞ്ചിന് നമുക്ക് അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ സസ്പെൻഷൻ്റെ കാര്യം. ബട്ട് നമുക്ക് അല്ലാത്ത റോഡിലൊക്കെ കംഫർട്ടബിൾ ആണ്. ബട്ട് ഓവർ ഒരു കുഷനിങ് ഫീലും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മീഡിയം ലെവലിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേനും ചെറുതായിട്ട് ഒന്ന് നമ്മൾ പിടിച്ചിടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇടയ്ക്ക് വരത്തില്ലേ പഴം പോലെ ഗിയർ വീഴുന്ന, അങ്ങനെ വീഴുന്ന ഒരു ഫീലൊന്നും ഇല്ല. ഇച്ചിരി ഒന്ന് പിടിച്ചിടണം എന്ന് പറഞ്ഞാൽ ഓവർ ഒന്ന് കട്ടിയല്ലോ കേട്ടോ. പിന്നീട് പറഞ്ഞാൽ നമുക്ക് ഓരോ ഗിയറിനും നമ്മൾ ഓരോ സ്പീഡിൽ RPM റേഞ്ച് ഒക്കെ പറയല്ലോ. എന്നാലും നമ്മൾ ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ ഡൗട്ട്ഫുൾ ആയിരിക്കത്തില്ല നമ്മൾ അത്ര സ്പീഡ്
ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഇനിയിപ്പോൾ ഡൗൺ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിന്റെ ആ ഒരു ചെറിയൊരു മൊമെന്റിൽ തന്നെ വണ്ടി അത് ക്യാച്ചപ്പ് ചെയ്ത് എടുത്തിട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ നമുക്ക് ഈവൻ ബിഗിനർ ആണെങ്കിൽ പോലും കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം അതും കൂടെയാണ്. കാര്യം ബിഗിനർമാർക്കൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വണ്ടി എന്താണ് ചിലപ്പം ഗിയർ പ്രോപ്പർ അല്ലാതെ നെഞ്ചിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകത്തില്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വണ്ടി നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയേണ്ടത് പറഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടിയിലോട്ട് കയറി ഇരുന്നപ്പോൾ ആദ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരുണ്ട്, അതായത് വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സീറ്റ് ബെൽറ്റ് ഇടത്തില്ല, മാമന്മാര് വഴി നിപ്പുണ്ടെങ്കിൽ അവിടെ കാണുമ്പോൾ പെട്ടെന്ന് ബക്കിലോട്ട് കുത്താൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതിന് ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, ഈ ഒരു കൺസോള് ഇതുവഴി പോയത് കൊണ്ട് കുറച്ച് ഒരു പാടാണ്. നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ അടുത്ത താരമാണ് മൈലേജ് എന്ന് പറയുന്നത്. മൈലേജിന്റെ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിപ്പോ മാനുവൽ ആണെന്നുണ്ടെങ്കിലും ഇല്ല ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും 19, 20 ഈ 2 ഫിഗേഴ്സ് ആണ് നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഇപ്പം വെളിയിൽ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കൊരു 15 എബോവ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കൈഗർ ഓൺ ചെയ്യുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജെനുവിൻ എക്സ്പീരിയൻസ് പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ഇട്ട് വരുന്നവരെ ബൈ.